നമ്മുടെ വാട്സപ്പിനകത്ത് നമുക്ക് പലപ്പോഴും വോയിസുകൾ അയച്ചു തരാറുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ. പലപ്പോഴും നമുക്ക് ആ ഒരു വോയിസ് നമുക്ക് സൂക്ഷിച്ച് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്കത് ബുദ്ധിമുട്ടാണ്. കാരണം പല ആളുകൾക്കും അറിയില്ല എങ്ങനെയാണ് ഒരു വോയിസ് കിട്ടിക്കഴിഞ്ഞാൽ അത് സേവ് ചെയ്ത് വെക്കാമെന്ന്. പല ആളുകളും അത് മറ്റേതെങ്കിലും വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് വെക്കും. പിന്നീട് എപ്പോഴെങ്കിലും അവരുടെ വാട്സപ്പ് ഡിലീറ്റ് ആവുകയോ അല്ലെങ്കിൽ ക്ലിയർ ചാറ്റ് അടിച്ച് പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ വോയിസ് റെക്കോർഡുകളെല്ലാം ഡിലീറ്റ് ആയി പോകും. മാത്രമല്ല ആ സമയത്ത് പല ആളുകളും വന്ന് പറയാറുണ്ട്, എനിക്ക് ഒരുപാട് എവിഡൻസ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വോയിസുകളുണ്ടായിരുന്നു, അതെല്ലാം ഡിലീറ്റ് ആയിപ്പോയി എന്നൊക്കെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോട്ടോസോ വീഡിയോസോ വന്നു കഴിഞ്ഞാൽ അത് അതേ സമയത്ത് തന്നെ നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്ത് വെക്കാനുള്ളൊരു സൗകര്യം വാട്സപ്പ് തന്നെ തരുന്നുണ്ട്. അത് ഏതാണെന്നാണ് ഞാൻ കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. ഞാനൊരു വോയിസ് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് സേവ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു വോയിസ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു. അപ്പോൾ ആ ഒരു വോയിസ് ഇതുപോലെ ലോങ് പ്രസ് പിടിച്ചതിന് ശേഷം ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഈ കാണുന്ന 3 ഡോട്ട് കാണും. ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഷെയർ എന്നുള്ള ഈ ഐക്കണിൽ ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. നിങ്ങൾക്ക് ആ വോയിസ് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിലേക്കും നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലേക്കൊക്കെ ഷെയർ ചെയ്ത് സേവ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ഗൂഗിൾ ഫയൽസ് എന്നുള്ള ഈ ആപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊന്നും ചെയ്യേണ്ട, നിങ്ങളുടെ ആ വോയിസ് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഫയൽസിലേക്ക് മാറി. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ആദ്യത്തെ ജസ്റ്റ് നൗ എന്ന് കാണാൻ സാധിക്കും. ഒരു വോയിസ് ഇവിടെ വന്ന് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്താണ്. അതായത് നമ്മൾ ഈ ഒരു ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഗൂഗിൾ ഫയൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇമേജുണ്ട്. ഇവിടെ കാണാം ഇമേജ് എന്ന്, വീഡിയോസ് ഉണ്ട്, ഓഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓഡിയോസ് ഭാഗത്ത് ക്ലിക്ക് കഴിഞ്ഞാൽ ഓഡിയോ ആണ് ഇപ്പോൾ സേവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയോ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഫയലുകൾ കാണും. ഏറ്റവും മുകളിൽ അതിനകത്ത് നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഫയൽ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ നിങ്ങളിപ്പോൾ ഈ ഒരു ഗൂഗിൾ ഫയൽസിലേക്ക് ഷെയർ ചെയ്തത് ഏറ്റവും ആദ്യത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു വോയിസ് പിന്നീട് സമയത്ത് നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി ആ വോയിസിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഒരു 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റീനെയിം എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ച് എന്താണോ വോയിസ് എങ്കിൽ അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ വോയിസ് അവിടെ സേവ്ഡായി. അതേ പേരിൽ തന്നെ സേവ്ഡായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഏത് സമയത്ത് നിങ്ങൾക്ക് ആ വോയിസ് വന്ന് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിലും ഇതേ ഡൗൺലോഡ് ഭാഗത്ത് വന്നാൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച ആ ഒരു വോയിസ് അവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇതിനകത്ത് ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് വേണമെങ്കിലും സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫയൽസിലേക്കും ഇതിൽ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. വാട്സപ്പിൽ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്ത് അയച്ചിരുന്ന ഒരു വോയിസ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന് സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.